യൂറോപ്യന്മാരുടെ ആഗമനം ഭാഗം 2. സാമൂതിരിയും കുഞ്ഞാലിമരയ്ക്കാരും പോർച്ചുഗീസുകാരും. സാമൂതിരിയുടെ നാവിക സൈന്യത്തിൻ്റെ മേധാവിത്വം വഹിച്ചിരുന്നവരാണ് കുഞ്ഞാലിമരയ്ക്കാർ. മരയ്ക്കാർ എന്ന സ്ഥാനപ്പേര് നൽകിയത് സാമൂതിരി. 1524 കുട്ടി അഹമ്മദ് അലിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് നാവിക സൈന്യം പോർച്ചുഗീസുകാർക്ക് ഭീമമായ നഷ്ടമുണ്ടാക്കി. വടകരയ്ക്കടുത്തുള്ള പുതുപ്പണത്തെ മരയ്ക്കാർ കോട്ടയായിരുന്നു, അതായത് കോഴിക്കോട് ജില്ലയിൽ, കുഞ്ഞാലിമരയ്ക്കാന്മാരുടെ ആസ്ഥാനം. കുഞ്ഞാലിമരയ്ക്കാർ ഒന്നാമൻ്റെ നാമം കുട്ടി അലി എന്നും കുട്ടി അഹമ്മദ് അലി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. കുഞ്ഞാലിമരയ്ക്കാർ രണ്ടാമൻ്റെ നാമം കുട്ടി പോക്കർ അലി. കുഞ്ഞാലിമരയ്ക്കാർ മൂന്നാമൻ്റെ നാമം പട്ടുമരയ്ക്കാർ, പടമരയ്ക്കാർ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. കുഞ്ഞാലിമരയ്ക്കാർ നാലാമൻ്റെ നാമം മുഹമ്മദ് അലി മരയ്ക്കാർ. പോർച്ചുഗീസുകാർക്കെതിരെ കുഞ്ഞാലിമരയ്ക്കാർമാർ സ്വീകരിച്ച യുദ്ധമുറയായിരുന്നു ഗറില്ല, അതായത് ഒളിപ്പോര്. കുഞ്ഞാലിമരയ്ക്കാർ നാലാമനെ പോർച്ചുഗീസുകാർക്കെതിരെയുള്ള യുദ്ധത്തിലെ യഥാർത്ഥ വീരൻ എന്നറിയപ്പെടുന്നു. 1528 പോർച്ചുഗീസ് നാവികപ്പട വീണ്ടും ഒരു യുദ്ധത്തിൽ ഏർപ്പെടുകയും ബാർക്കൂറിനടുത്ത് വെച്ച് കുട്ടി അലിയെ തടവിലാക്കുകയും ചെയ്തു. മരയ്ക്കാർമാരുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി ഇന്ത്യൻ സമുദ്രത്തിലെ പോർച്ചുഗീസ് വാണിജ്യം നിശ്ചലമായി. ഇതേ തുടർന്ന് പോർച്ചുഗീസ് ഗവൺമെൻറ് 1529 ഒക്ടോബറിൽ നിയമിച്ച ഗവർണറാണ് നുനോ ഡ കുൻഹ. കുഞ്ഞാലിമരയ്ക്കാരുടെ ആക്രമണം നേരിടാനായി 1531 പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ട ചാലിയം കോട്ട, കോഴിക്കോട്. ചാലിയം കോട്ട പണിത പോർച്ചുഗീസ് ഗവർണർ നുനോ ഡ കുൻഹ സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ട ചാലിയം കോട്ട. സാമൂതിരിയിൽ നിന്നും പുതുപ്പണത്ത് ഒരു കോട്ടയും പണ്ടകശാലയും നിർമ്മിക്കാൻ അനുമതി നേടിയത് കുഞ്ഞാലി മൂന്നാമൻ എന്നറിയപ്പെടുന്ന പട്ടുമരയ്ക്കാർ. മരയ്ക്കാർ കോട്ട, അതായത് പുതുപ്പണം കോട്ട നിർമ്മിച്ചത് കുഞ്ഞാലിമരയ്ക്കാർ മൂന്നാമൻ. ഇതിലൂടെ സാമൂതിരിയും മരയ്ക്കാർ കുടുംബവും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുകയും കുഞ്ഞാലി മൂന്നാമൻ്റെ നേതൃത്വത്തിൽ പോർച്ചുഗീസുകാർക്കെതിരെ ഒരു പ്രതിരോധം തീർക്കുകയും ചെയ്തു. AD 1571 ചാലിയം കോട്ട പിടിച്ചെടുക്കുകയും പോർച്ചുഗീസ് ആധിപത്യത്തിൻ്റെ തകർച്ചയ്ക്ക് തുടക്കം കുറിക്കുകയും ചെയ്തത് കുഞ്ഞാലിമരയ്ക്കാർ മൂന്നാമനാണ്. എന്നാൽ കുഞ്ഞാലി നാലാമൻ്റെ കാലഘട്ടത്തിൽ സാമൂതിരിയും പോർച്ചുഗീസുകാരും തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെടുകയും പൊന്നാനിയിൽ ഒരു ഫാക്ടറി സ്ഥാപിക്കാൻ അനുമതി നൽകുകയും ചെയ്തു. ഇത് സാമൂതിരിയും കുഞ്ഞാലി നാലാമനും തമ്മിലുള്ള ബന്ധം പ്രതിസന്ധിയിലാക്കുകയും കുഞ്ഞാലി നാലാമൻ്റെ നാവികപ്പടയ്ക്ക് പ്രയാസം സൃഷ്ടിക്കുകയും ചെയ്തു. അവസാനം കുഞ്ഞാലി നാലാമൻ സാമൂതിരിക്ക് മുന്നിൽ നിരുപാധികം കീഴടങ്ങുകയും സാമൂതിരി തന്ത്രപൂർവ്വം കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാർക്ക് കൈമാറുകയും ചെയ്തു. ഇന്ത്യൻ സമുദ്രത്തിലെ അധിപൻ, മുസ്ലിങ്ങളുടെ രാജാവ് എന്നീ പദങ്ങൾ സ്വീകരിച്ചത് കുഞ്ഞാലിമരയ്ക്കാർ നാലാമനാണ്. കുഞ്ഞാലിമരയ്ക്കാർ നാലാമനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചത് 1600-ലാണ്. കുഞ്ഞാലിമാരുടെ സ്മരണയ്ക്കായി നാമകരണം ചെയ്യപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന കേന്ദ്രമാണ് INS കുഞ്ഞാലി, മുംബൈ. കുഞ്ഞാലിമരയ്ക്കാരുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2000. കുഞ്ഞാലിമരയ്ക്കാർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇരിങ്ങൽ, വടകര. പറങ്കികൾ എന്നറിയപ്പെടുന്ന പോർച്ചുഗീസുകാർ, പരന്ത്രീസുകാർ എന്നറിയപ്പെടുന്നത് ഫ്രഞ്ചുകാർ, ലന്തക്കാർ എന്നറിയപ്പെടുന്ന ഡച്ചുകാർ, വെള്ളക്കാർ എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷുകാർ, യവനർ എന്നറിയപ്പെടുന്നത് ഗ്രീക്കുകാർ, ശീമക്കാർ എന്നറിയപ്പെടുന്ന ഇംഗ്ലീഷുകാർ.